ഹലോ ഗായ്സ്, ഞങ്ങളുടെ കുട്ടി വ്ളോഗിലേക്ക് സ്വാഗതം. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഇന്ന് കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. എന്നത്തെയും പോലെ അച്ഛമ്മയ്ക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് കുഞ്ഞ് പോവാണ്. കുഞ്ഞിപ്പോൾ ഉറങ്ങി എണിറ്റിട്ടുള്ളൂ, എന്നാലും ആൾക്ക് ചെറിയ ഉറക്കമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, ഞങ്ങളുടെ കൂടെ ഷക്കീർ മാമനും ഉണ്ട്. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും അവൾ നാട് വിട്ട് പോയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ കുഞ്ഞിനെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ കുരുക്കളൊക്കെ വന്നിരിക്കുകയാണ്. അവൾക്ക് നല്ല ഇച്ചിങ്ങും ഉണ്ട്, വയറിലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ 12:30-ക്കാണ് അപ്പോയിൻമെൻറ്റ് ഡോക്ടർ തന്നിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഓൾറെഡി നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ദെൻ അവിടെ നല്ല ട്രാഫിക്കും ഉണ്ട്. പിന്നെ ഏട്ടൻ പ്രോ ഡ്രൈവർ ആയതുകൊണ്ട് ഞങ്ങളെ കറക്റ്റ് ടൈമിന് തന്നെ എത്തിച്ചു കേട്ടോ. ഞാൻ KP മെഡിക്കൽസിലാണ് കുഞ്ഞിനെ ചെറുപ്പം തൊട്ടേ കാണിക്കാറ്. അവിടുത്തെ മനോജ് സാറിനെ കാണിക്കാറ്. അവൾക്ക് ആളുടെ മെഡിസിനൊക്കെ എഫക്റ്റീവാണ്. അപ്പോൾ പിന്നെ അവിടെ തന്നെയാണ് കാണിക്കാറ്. അങ്ങനെ ഡോക്ടറെ കാണാൻ വന്നു. ഡോക്ടർ കണ്ടിറങ്ങി കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞത് ഒന്നില്ലെങ്കിൽ ഇൻസെക്ട് ബൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ അവൾ മണ്ണിലൊക്കെ കളിക്കാൻ തുടങ്ങി, അപ്പോൾ അതിൻ്റെ അലർജി ആയിരിക്കാം. എന്തായാലും ഒരു 3 ഡേയ്സിന് മെഡിസിൻ തന്നിട്ടുണ്ട്. മാറിയില്ലെങ്കിൽ വീണ്ടും വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കുഞ്ഞിൻ്റെ മെഡിസിൻസ്. ഇനി ഇത് അവൾക്ക് കൊടുക്കലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ടാസ്ക്. ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല. എന്തായാലും നോക്കാം. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് റൂട്ട് കനാൽ ചെയ്യണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ക്ലിനിക്കിലേക്ക് വന്നിക്കാണ്. കുഞ്ഞ് ഞാൻ ഇല്ലാണ്ട് ഇരിക്കുകയില്ല, ഭയങ്കരമായിട്ട് വാശി പിടിക്കും. അപ്പോൾ ഞാൻ ഉള്ളിൽ കയറിയപ്പോൾ സഞ്ജോട്ടൻ അവൾക്കൊരു ചെരുപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. അവൾക്ക് വയ്യാത്തതുകൊണ്ട് ആ ടെൻഷനിൽ ഞാൻ അവൾക്ക് ചെരുപ്പിട്ട് കൊടുക്കാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ അവൾക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഒരു ചെരുപ്പ് മേടിക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ കോക്കോമലൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ അവൾക്ക് പിന്നെ ആ ചെരുപ്പ് തന്നെ ഇഷ്ടമായി. പിന്നെ അവളത് സെലക്ട് ചെയ്തു എന്നാണ് കേട്ടത്. പിന്നെ നടക്കുമ്പോൾ നല്ല സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവൾക്കത് ഭയങ്കര ഇഷ്ടമായി. ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, കുഞ്ഞിക്ക് ഓർണമെൻറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മുൻപ് വീഡിയോ കണ്ടവർക്കറിയാം. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, അവൾ വളകളൊക്കെ തന്നെയാണ് നോക്കണത്. പിന്നെ ഞാനില്ലാത്തതുകൊണ്ട് അവൾ ഒന്നും കൂടി എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം അത് തൊടണ്ട ഇത് തൊടണ്ട എന്നൊക്കെ പറയാനായിട്ട് ഞാൻ കൂടെ ഇല്ലല്ലോ. അപ്പോൾ അവൾ നല്ല എൻജോയ് ചെയ്തിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ആളിപ്പോൾ നോക്കാൻ തുടങ്ങി. അതുപോലെ ആൾക്ക് എത്താത്ത കാര്യങ്ങളൊക്കെ കാലുന്തി ആൾ മാക്സിമം എടുക്കാൻ വേണ്ടി ശ്രമിക്കും. ആളവിടെ കാര്യമായിട്ട് എന്തോ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിതെന്താ? ഇതെന്താ? കൊക്കോ മാമനാ? എവിടെ? അമ്മോട് പറ, എന്താണ്? എന്താ അത്? അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നതാണ്. കുഞ്ഞിൻ്റെ അടുത്ത് അടിയിലിരിക്കുന്ന ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും എടുത്തോളാൻ അവളുടെ അച്ഛൻ ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് ആ മുറുക്ക് മതിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവിടെയുള്ള ചേച്ചി പറയുക, അത് നിനക്ക് പറ്റില്ല വാവേ, വേറെ എടുക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ അവൾക്ക് പിന്നെ പോപ്കോൺ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവൾക്ക് ആ പോപ്കോൺ മേടിച്ച് കൊടുത്തു. മഴയൊക്കെ കണ്ട് ആൾ നന്നായിട്ട് പോപ്കോൺ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ വരുന്ന വഴി എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാ ഒരു കുരങ്ങനെ അവിടെ കണ്ടു കേട്ടോ. കുഞ്ഞ് അത് നല്ല എക്സൈറ്റ്മെൻറ്റിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ വരുമ്പോൾ മിക്കപ്പോഴും ഒരു ഗ്രൂപ്പായിട്ടാണ് കാണാറ്. ഇന്നെന്താണോ ഒരെണ്ണമായിട്ടാണ് കണ്ടത്. ബാക്കി എല്ലാവരും എവിടെ പോയോ എന്തോ. അപ്പോൾ പിന്നെ കുഞ്ഞിങ്ങനെ കിടന്ന് പോപ്കോൺ കഴിച്ച് ഫോറസ്റ്റൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഇതിന് മുൻപ് ഒരു ദിവസം വന്നപ്പോഴേ വലിയൊരു പെരുമ്പാമ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ പെരുമ്പാമ്പിനെ കണ്ടിരുന്നത്. റോഡ് ഫുള്ളായിട്ട് കവർ ചെയ്ത പെരുമ്പാമ്പ് അത്രയും വലിയ ഫോറസ്റ്റ് ആയിട്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞിൻ്റെ ഫാദി ചേച്ചീൻ്റെ ഫ്രണ്ട് വന്നായിരുന്നു കേട്ടോ. അവളൊന്ന് ഉറങ്ങിയിട്ടാണ് അവളുടെ ഫേസൊക്കെ അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ അവൾ വേഗം പോയി. അവൾ പിന്നെ എല്ലാവരുടെ അടുത്തും പെട്ടെന്ന് മിങ്കിളാവുന്ന കൊണ്ട് അവൾ വേഗം പോയി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ചെറിയ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.